ഗുഡ് മോർണിംഗ് യൂട്യൂബ്. ഇന്നത്തെ ഡെയിലി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഇതിന് കളറില്ലാത്തതെന്ന്. ഈ കളറില്ലാത്തതിനെ പറ്റി ചെറിയൊരു കാര്യം ഞാൻ ലേറ്റർ പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇച്ചിരി ഒരു വ്യത്യസ്തമായ സംഭവമാണ്, ഒരു ഹോബിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. അപ്പോൾ രാവിലെ ഞാനിങ്ങനെ ഇരുന്നപ്പോഴത്തേന് ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു ചെറിയ ഹോബിയുണ്ട്. ആ ഹോബിയെ പറ്റി നിങ്ങളൊന്ന് പറയണം എന്നാഗ്രഹിച്ചു. അപ്പോൾ അതാണെന്ന് നമ്മൾ രാവിലെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് എൻ്റെ ഹോബി എന്ന് പറയുന്നത് ഫിഷിംഗ് ആണ്. ഫിഷിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ കാണുന്ന പനയോലയിൽ അതിൻ്റെ അറ്റത്ത് ഒരു നൂല് കെട്ടി അതിൻ്റെ അറ്റത്ത് ചൂണ്ട കെട്ടി വരയെ കോർത്ത് തോട്ടിപ്പോയി മീൻ പിടിക്കുന്നവരുള്ള ഒരു പരിപാടിയല്ല ഓസ്ട്രേലിയയിലെ മീനുകൾക്ക് അങ്ങനെ ഇച്ചിരി ബുദ്ധി കൂടിയതാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് പല പല ടെക്നിക്കുകളും ടാക്ടിക്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് എൻ്റെ ഗിയറുകൾ എന്ന് മാത്രം ഒന്ന് ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. മാത്രമല്ല, ഫിഷിങ്ങിനെ പറ്റി വരും കാലങ്ങളിൽ ഞാൻ കൂടുതൽ വീഡിയോ ചെയ്യാം. എന്ന് ഫിഷിങ്ങിന് പോകുമ്പോഴത്തേന് എങ്ങനെയാണ് ഫിഷിംഗ്, എന്താണ് ഫിഷിംഗ് എന്നതിനെ പറ്റിയൊക്കെയുള്ള എന്തൊക്കെയാണ് ബെയ്റ്റുകൾ യൂസ് ചെയ്യുന്നത് അതിനെ പറ്റിയൊക്കെയുള്ള വീഡിയോസ് നമുക്ക് ഭാവിയിൽ ചെയ്യാം. പക്ഷേ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗിയേഴ്സാണ്. അപ്പോൾ ഗിയേഴ്സ് എന്ന് പറയുന്നത് ചൂണ്ടയും നൂലും അതിലിടുന്ന ഹുക്കുകളും അതിലിടുന്ന അനുബന്ധ ഘടകങ്ങളും പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഇരയുടെ രൂപത്തിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ മോൾഡ് കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളുണ്ട്, അതുകൊണ്ടുള്ള ഫിഷിങ്, അതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ഗിയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ആ ഒരു ഗിയേഴ്സിൻ്റെ സെറ്റപ്പ് ഇന്ന് കാണിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എനിക്കുള്ള ചൂണ്ടകൾ ഞാൻ ആദ്യം നിങ്ങളെ നിന്ന് കാണിക്കാം. ഗരാജിൻ്റെ ഫ്ലോറിൽ എല്ലാം ഞാൻ നിരത്തിയിട്ടിരിക്കുകയാണ്. പക്ഷേ ഗരാജൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട, ഇത് എല്ലാം വാരി വലിച്ചൊക്കെ ഇട്ടേക്കാണ്. പക്ഷേ ചൂണ്ടകൾ ഇത്രയാണ്. ഇതിൻ്റെ ഒരു 70% ചൂണ്ടകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് പലതരം ചൂണ്ടകളാണുള്ളത്. ഈ നീളമുള്ള ചൂണ്ടകൾ എന്ന് പറയുന്നത് സർഫ് ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ചൂണ്ടകളാണ്. അതായത് വെള്ളത്തിൽ കടലിൻ്റെ സൈഡിൽ പോയി നമ്മൾ ഫിഷ് ചെയ്യുമ്പോഴത്തേന് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ചൂണ്ടകളാണ്. ഇതുപോലുള്ള വളരെ നീളമുള്ള ചൂണ്ടകളെന്ന് പറയുന്നത് നല്ല നീളമുള്ള ചൂണ്ടകളുണ്ട്. എന്നാൽ അത്രയും നീളമുള്ളത് തന്നെ ചെറിയ ചൂണ്ടകളുമുണ്ട്. ഈ ടൈപ്പ് ചൂണ്ടകൾ എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ ഈ ഗാർ ഫിഷൊക്കെ ഇല്ലേ, അതായത് ഈ ചുണ്ട് നീണ്ട ഫിഷ് ഉണ്ടല്ലോ, ഗാർ ഫിഷ്, ആ ഗാർ ഫിഷിനൊക്കെ പിടിക്കാനുള്ള ചൂണ്ടകളാണത്. അതിൻ്റെ ടിപ്പിനൊക്കെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 10-25 ചൂണ്ടകളിവിടെ കിടപ്പുണ്ട്. മാത്രമല്ല അതായിരിക്കുന്നതാണ് എൻ്റെ ട്രോളി. ആ ട്രോളിക്കകത്ത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന കുറേ ചൂണ്ടകളുണ്ട്. അപ്പോൾ സീസണലായിട്ട് ഇതെല്ലാം അതിനകത്തേക്ക് വരും. ഇപ്പം നമുക്കിവിടെ കിട്ടുന്നത് സ്നാപ്പറുകളാണ്. സ്നാപ്പർ, മാക്രല്, ഫ്ലാറ്റ് ഹെഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മീനുകളാണ് കിട്ടുന്നത്. അതിനെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണത്. പിന്നെ ചൂണ്ടകളെ പറ്റി പറയുമ്പോൾ പലതരത്തിലുള്ള റീലുകളുണ്ടല്ലോ. റീലുകളെന്ന് പറയുന്നത് കൊണ്ട് ഇതാണ് ഈ റീലുകളെന്ന് പറയുന്നത്. ഈ റീലുകൾ പലതരത്തിലുള്ളതാണ്. എന്നാൽ ചൂണ്ടകളും പലതരത്തിലുള്ളതാണ്. ഈ ചൂണ്ട കണ്ടോ, ഇത് എക്സ്റ്റെൻഡബിളാണ്. അതായത് ഇങ്ങനെ മടക്കി വെക്കാം. നമുക്ക് യാത്രയ്ക്കും ഒക്കെ കൊണ്ടുപോകാൻ എളുപ്പമാണ്. ഇതിനും ഏകദേശം അത്രയും തന്നെ ആ വലിയ ചൂണ്ടയുടെ തന്നെ നീളമുള്ളതാണ് ഇതും. എന്നിട്ട് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. കൊണ്ടു നടക്കാനൊക്കെ എളുപ്പമാണ്. മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ അത് ആ ടൈപ്പ് ചൂണ്ടകളാണ് ഒന്നത്. രണ്ട് വളരെ ഓൾഡായിട്ടുള്ള ചൂണ്ടകളുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 60കളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടൈപ്പ് ചൂണ്ടകളാണ്. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, പുള്ളി ഫിഷിംഗ് എല്ലാം നിർത്തിയപ്പം പുള്ളിയുടെ ഒരു സെറ്റ് എനിക്ക് ഫുള്ള് തന്നതാണ്. അപ്പോൾ മുഴുവൻ തടി കൊണ്ടും ആ കാണുന്ന ഗ്ലാസ് ഫൈബർ കൊണ്ടുള്ള ചൂണ്ടകളാണ്. വളരെ സ്ട്രോങ് ആൻഡ് സ്റ്റഡിയാണ്. ഇത് കൂടുതലും ബോട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പാണ്. ഈ ടൈപ്പ് റീലും ബോട്ടിൽ ഉപയോഗിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ റീലുകൾ പലതരത്തിലുണ്ടെന്ന് പറഞ്ഞില്ല, അതൊരു ടൈപ്പ്. ഇത് നമ്മുടെ സൈഡിൽ നിന്ന് കറക്കുന്നത്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നൂല് വരുന്നത് ഇങ്ങനെയാണ് ഇതേൽ വരുന്നത് കണ്ടോ, സൈഡിലോട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യത്യാസത്തിലുള്ള ചൂണ്ടകളാണ്. വേറൊരു ടൈപ്പ് റീൽ എന്ന് പറയുന്നത് ഇതാണ്. ഇതൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ അതിലെ ബേർഡ് നെസ്റ്റ് എന്ന് പറഞ്ഞാൽ മുഴുവൻ കയറി ചുരുങ്ങി കെട്ടിയൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കുറേ ചൂണ്ടകളും സെറ്റപ്പുകളും ഒക്കെ. അപ്പോൾ മാത്രമല്ല, ഇപ്പം ഞാൻ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ചൂണ്ടകളെന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഇതിനുള്ള ചൂണ്ടകളെന്ന് പറയുന്നത്, ഇത് ഞാൻ സ്ക്വിഡിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സ്ക്വിഡിൻ്റെ ചൂണ്ടയാണിത് കണ്ടോ. അപ്പോൾ ഇത്രയും ലൈറ്റായിട്ടുള്ള ചൂണ്ടയാണ് സ്ക്വിഡിനുള്ളത്. പിന്നെ അടുത്തതായിട്ട് ഇത് സർഫ് ഫിഷിങ്ങിൻ്റെ ചൂണ്ടയാണ്. ലോങ്ങാണ്, വെരി ലോങ്ങാണ്. 3 മീറ്റർ നീളമുണ്ട് ചൂണ്ടയ്ക്ക്. ഇത് മാക്രലിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് സ്നാപ്പറിന് വേണ്ടി യൂസ് ചെയ്യുന്ന ചൂണ്ടയാണിത്.
ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ സെക്കൻഡ് വൺ മാക്രലിന് വേണ്ടിയിട്ടുള്ള ചൂണ്ടയാണ്. ഞാനപ്പോൾ ഇങ്ങനെ ഒരു വണ്ടിക്കകത്താണ് സാധനങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഫിഷിങ്ങിന് പോകുമ്പോഴത്തേന് പോകുന്നത്. ഇതൊരു വലിച്ചുകൊണ്ട് പോകുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഇതൊരു ബീച്ച് ട്രോളിയാണ്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് സാധനങ്ങളെല്ലാം വെച്ച് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ചുമന്നുകൊണ്ട് പോകേണ്ട കാര്യമില്ല. നമ്മൾ പോകുമ്പോഴത്തേന് നമുക്ക് ഓസ്ട്രേലിയയിലെ ഇവിടെ വിക്ടോറിയയിലെ നിയമം അനുസരിച്ച് 4 ചൂണ്ട വരെ ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ 4 ചൂണ്ടകളിൽ എല്ലാം കൈപ്പിടിച്ചുകൊണ്ട് പോക്കൊന്നും നടക്കത്തില്ല. മാത്രമല്ല ഇതിന് അനുബന്ധ അനുസാരികളും ഘടകങ്ങളും സാധനങ്ങളും എല്ലാം കൂടെ വെച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് സിമ്പിൾ. പിന്നെ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇതെന്തോ ഈ കിടക്കുന്നത് എന്തോ, ഇത് ശരിക്കും ചൂണ്ട ചാരി വെക്കുന്ന സാധനം. ഇതിങ്ങനെ മണ്ണിലോട്ട് കുത്തി വെച്ചിട്ട് ഇതിലേക്ക് ചൂണ്ട ചാരി നേരെ വെള്ളത്തിലേക്ക് നമുക്ക് വെക്കാവുന്നതാണ്. ഇത് അതുപോലെ തന്നെ വേറൊരു ടൈപ്പാണിത്. ഇതെന്ന് പറയുന്നതും വലിയ ചൂണ്ട വെക്കുന്നതാണ്. ഇത് മണ്ണിനകത്തേക്ക് കുത്തി ഇങ്ങനെ ഇറക്കി വെക്കും, എന്നിട്ട് ഇതിലേക്ക് ചൂണ്ട ചാരി വെക്കും. ഇതും ഏകദേശം അതുപോലത്തെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ കളറായിട്ടുള്ള ചൂണ്ടകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ഒരു കാര്യം വെച്ചത്. രാവിലെ ഞാനൊരു റീല് കണ്ടു. ആ റീല് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുക. അതായത് നമ്മുടെ വീഡിയോയിൽ, ടി വിയിൽ, ഫോണിൽ ഒക്കെ കളറൊന്നും വന്നിട്ട് ഒത്തിരി നാളായിട്ടില്ല. ബേസിക്കലി ടി വിയിലാണ്. ടി വിയിൽ 1975-76 കാലഘട്ടങ്ങളാണ് കളർ വരുന്നത്. അതും എല്ലാവർക്കും ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. റിസീവർ നല്ല വിലയുള്ളതായിരുന്നു. അപ്പോൾ ഓരോ കൺട്രീസിൽ എങ്ങനെയാണ് ഈ കളറിലേക്ക് ടേൺ ആയെന്നുള്ളൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റീലാണ് അത്. ഞാൻ നിങ്ങളെ ഇതിനോട് കൂടി തന്നെ കാണിക്കാം. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. The exact moments TV stations switch to color television. Through your presence here today, you are contributing to another broadcasting milestone. The cameras you see before you are color cameras. They are now transmitting a black and white picture. By pressing this button, which I now do, the cameras are transmitting a live color picture. Für das deutsche Fernsehen. Hey Jack, the colour! It's leaking through the window! Dude, a filming thing all over my new carpet! Ah, look, it's filling the room! How are we going to breathe? Quick up on the Wollongong here! I'll try and hold it down! There it is! Hey, look at me, I'm in colour! Come on in, it's lovely! I can't hold it on very long, Rob! Here it goes, Arthur! Oh, what a beautiful room! Et voici la couleur, au jour fixé et à l'heure dite. കളർ ടി വി എന്ന് പറയുന്നത് വലിയൊരു റെവല്യൂഷനാണ്. എൻ്റെ പ്രായത്തിലും അല്ലെങ്കിൽ കുറച്ചുകൂടെ മൂത്ത ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ 50-52 വയസ്സൊക്കെ ഉള്ള ആൾക്കാർക്ക് കൂടുതലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊന്നും ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ജസ്റ്റ് കളർ അങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിലുണ്ടായിരുന്ന അന്നൊന്നും ടി വി ഒന്നും ഇല്ലായിരുന്നു. നമ്മളൊക്കെ കാണാൻ പോകുന്ന ടി വിയൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആയിരുന്നു അന്ന് കൂടുതലും കാണാൻ. സെക്കൻഡ് ഹാൻഡ് കിട്ടാനൊക്കെ ഉള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ ആണെങ്കിലും അടുത്തുള്ള വീടുകളിലൊക്കെ പോയി ചെറുപ്പകാലങ്ങളിൽ ടി വി കാണുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നുകൊണ്ട് പോകുമ്പോൾ അവർക്കൊക്കെ കളർ ടി വി ഒക്കെ മേടിച്ച് വെച്ച് നമ്മൾ മഹാഭാരതമൊക്കെ കാണാൻ പോകുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അന്നാണെങ്കിലും ഈ കളർ എന്ന് പറയുന്ന ഒരു വലിയ സംഭവം തന്നെയായിരുന്നു. ഈ പാൽ സിസ്റ്റം, NDSC സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ ഡിഫറെൻറ്റ് കളർ സിസ്റ്റം ഉണ്ട്. നമ്മളിപ്പോൾ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് വയ്ക്കുന്നതുകൊണ്ട് ഇതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ നല്ലതായിട്ട് അറിയാം. ആദ്യം NDSC ആയിരുന്നു ഓസ്ട്രേലിയ ഓപ്റ്റ് ചെയ്തിരുന്ന കളർ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നീട് അത് മാറി പാൽ സിസ്റ്റത്തിലേക്ക് മാറി. 1975 മറ്റോ തോന്നുന്നു പാൽ സിസ്റ്റത്തിലേക്ക് മാറിയത്. അതുവരെ NDSC എന്നുള്ള ഒരു രീതി തന്നെയൊക്കെ. അമേരിക്കയൊക്കെ NDSC ആണെന്ന് തോന്നുന്നു കുറേ കാലം മുമ്പ് വരെയും. ഇപ്പോൾ വരെയും ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതിനെപ്പറ്റി കൺഫേമായിട്ട് അറിയത്തില്ല. ഓസ്ട്രേലിയയിൽ ആദ്യമായിട്ട് ടി വിയിൽ കളറ് വന്നത് ഒരു ഷോയിലാണ്. ഒരു ഷോ എന്ന് പറയുന്നത് ആൻറ്റി ജാക്ക് എന്നങ്ങാണ്ട് പറഞ്ഞ ഒരു ഷോയിലാണ്. അത് നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഷോയിൽ അതാണ് ആദ്യമായിട്ട് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വലിയൊരു എക്സ്പ്ലോഷൻ ആയിരുന്നു കേട്ടോ. ഇന്ന് നമുക്ക് കളറില്ലാത്ത ഒരു കാര്യമില്ല നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? എല്ലാ കാര്യത്തിലും കളറില്ലാതെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് പോസിബിൾ. നമുക്കത് സൂഹിക്കത്തില്ല, ഇഷ്ടപ്പെടത്തില്ല. നമുക്ക് ഇതിനകത്താണെങ്കിലും കളർ ഗ്രേഡിങ്ങും കളർ കറക്ഷനും എന്തൊക്കെ പരിപാടികൾ ചെയ്തിട്ടാണ് അറിയാം ഓരോ വീഡിയോ ഞങ്ങൾ ഇറക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെയുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു സാധനം 2Dയിലാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ കളർ എന്നുള്ളത് വളരെ അത്യാവശ്യമായി തീർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ കുറച്ചെങ്കിലും ആൾക്കാർക്കറിയാം, ഞാൻ ഏകദേശം ഒരു 14 വർഷമായിട്ട് ചൂണ്ടയിടുന്ന ആളാണ്. 14 വർഷമായിട്ട് വീട്ടിൽ വേറെ മീൻ മേടിച്ചിട്ടില്ല. ഈ പറയുന്ന മീൻ പിടിക്കുന്ന മീനുകൾ മാത്രമേ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ.
അപ്പോൾ ഇതിനകത്തുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈൽഡ് ക്യാച്ച് എന്ന് പറയും, അതായത് നമ്മൾ കടലിൽ നിന്ന് നേരിട്ട് പിടിക്കുകയാണല്ലോ, അത് അന്നേരം തന്നെ കറിയാക്കുകയും ചെയ്യണം. വിത്തിനെ വീക്ക് നമ്മളത് കറിയാക്കുകയാണ്. ചില സമയത്തൊക്കെ ഒത്തിരി മീൻ കിട്ടുന്നുണ്ട്. മാക്രലൊക്കെ വരുന്ന സമയത്താണെങ്കിൽ 10-40 എണ്ണൊക്കെ ഒരു തവണ പോകുമ്പോൾ പിടിക്കും കിട്ടും. അപ്പോൾ ഭാവിയിൽ അന്നൊന്നും ഈ വീഡിയോ അത്രയും ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതൽ റെക്കോർഡ് ചെയ്ത് കേട്ടത്. കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ചങ്ങനെ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഒന്ന് പോയി കാണുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ മീൻ ഇതുപോലെ കിട്ടുന്ന ഒരു അവസ്ഥ ഇവിടെയുണ്ട്. അന്നോട്ട് ഒരിക്കലും നമ്മൾ വെളിയിൽ നിന്ന് പോയി മീൻ മേടിക്കുന്ന പരിപാടിയേ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നാട്ടിൽ നിന്നുള്ള പലരും ചോദിക്കും, ഇതിനെത്രയാ, പോയി ജസ്റ്റ് ഒന്ന് പോയി പിടിച്ചാൽ പോരെ, എന്തെങ്കിലും ഇട്ട് പിടിച്ചാൽ പോരെ, മീൻ കിട്ടത്തില്ല. അങ്ങനെയല്ല. ഇവിടുത്തെ മീനുകളെന്ന് പറഞ്ഞില്ലേ വളരെ ടെക്നിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്താലേ കിട്ടത്തുള്ളൂ. ചില ഈ സർഫ് റോഡുകൾ, വലിയ റോഡുകൾക്ക് ടിപ്പിന് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ചില സർഫ് റോഡുകളുടെ ടിപ്പിന് ഭയങ്കര ഹാർഡായിരിക്കും. ഇതിൻ്റെയൊക്കെ വ്യത്യാസങ്ങളും കാര്യങ്ങളും എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെവി ആയിട്ടുള്ള മീനുകൾ, വലിയ മീനടിക്കുമ്പോഴേ ഈ ഹെവി ആയിട്ടുള്ള റോഡിന് മൂവ്മെൻറ്റ് ഉണ്ടാകുള്ളൂ. ഈ ചെറിയ മീനുകളിരിക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള റോഡിന് മൂവ്മെൻറ്റ് ഉണ്ടാകും. പക്ഷേ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സോഫ്റ്റ് ആയിട്ടുള്ള റോഡിൽ ഹെവി ആയിട്ടുള്ള ഫിഷ് അടിച്ചെങ്കിൽ അത് ഏത് മീനാണ് ഏത് സീസണിൽ കിട്ടുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. സോഫ്റ്റ് ആയിട്ടുള്ള റോഡിൽ ഹെവി ആയിട്ടുള്ള ഫിഷ് അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ടിപ്പ് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതെല്ലാം ഗ്ലാസ് ഫൈബർ, കാർബൺ ഫൈബർ വെച്ചൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് വെറും ഫൈബറാണ്, നല്ല ഉരുണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇതിന് ബലമുള്ളത്. എന്നാൽ അത്യാവശ്യം നല്ല ബലമുണ്ട് കേട്ടോ. മാത്രമല്ല ഇതിൽ ഉപയോഗിക്കുന്ന നൂലുകളാണെങ്കിലും നല്ല പല തരത്തിലുള്ള നൂലുകളുണ്ട്. അതായത് LB-യിലാണ് പറയുന്നത്, പൗണ്ടിലാണ് പറയുന്നത്. ഒരു 2 പൗണ്ട് തൊട്ട് അങ്ങ് 30-40 പൗണ്ട് വരെയുള്ളതുണ്ട്. പൗണ്ടിൻ്റെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ പിടിക്കാൻ പോകുന്ന മീൻ ഏതാണ്, സീസൺ ഏതാണെന്നുള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വലിയ മീൻ അടിക്കുന്ന സമയമാണെങ്കിൽ ഹെവി ആയിട്ടുള്ള പൗണ്ടുകൾ കൊണ്ടുപോകാം. അപ്പോൾ നമ്മളൊരു 5 കിലോ അല്ലെങ്കിൽ ഒരു 10 കിലോയ്ക്ക് അടുത്തുള്ള ഒരു മീനാണ് നമ്മൾ പിടിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു 5 പൗണ്ട് 6 പൗണ്ട് വേണം. അതായത് 6 പൗണ്ടിൻ്റെ ഇതിൽ 12 പൗണ്ട് വരെ, 6 പൗണ്ടിൻ്റെ ഇതിൽ 12 കിലോയുടെ വരെ ഫിഷ് നമുക്ക് പിടിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു സ്ട്രെങ്ത് ആണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. പിന്നെ സ്റ്റാർട്ടേഴ്സ് ഞാൻ ആദ്യമായിട്ട് ഫിഷ് സ്റ്റാർട്ട് ചെയ്ത ഒരു ചൂണ്ടയുണ്ടായി ഞാൻ നിങ്ങളെ കാണിക്കാം. 12 വർഷം മുമ്പ് ആദ്യമായിട്ട് ഫിഷിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ചൂണ്ടയാണിത്. ഇതൊരു ടെലിസ്കോപ്പിക് ചൂണ്ടയാണ്. അതായത് നമുക്കിങ്ങനെ ചെറുതാക്കി വെക്കാവുന്ന ടൈപ്പ് ചൂണ്ടയാണ്. എന്നാൽ നമുക്കത് ഇങ്ങനെ വെച്ച് അത് വലുതാക്കുകയും ചെയ്യാം. ഇതിലാണ് ഞാൻ ആദ്യത്തെ മീൻ പിടിച്ചു. പക്ഷേ ഇപ്പോൾ അത് നശിച്ചുപോയി, കൊള്ളത്തില്ല, ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. എന്നിരിക്കലും ഞാനത് കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഇമോഷണൽ ഇതാണ്, ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ഇത് കാണുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷം, നമ്മൾ ആദ്യമായിട്ട് മീൻ പിടിച്ച ചൂണ്ട എന്നുള്ളൊരു സന്തോഷം, അതിന് വേണ്ടി മാത്രമാണ് കീപ്പ് ചെയ്യുന്നത്. ഈ ചൂണ്ടക്കൊക്കെ നിങ്ങൾ ഓർക്കും ഭയങ്കര വിലയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെലിസ്കോപ്പിക് ചൂണ്ടകൾക്ക് പൊതുവെ വിലക്കുറവാണ്. എന്നാലും ഇതിനൊരു $40, $50 വില വരുന്ന സാധനമാണ്. ഇവിടെ നമുക്ക് കേമാട്ടിലൊക്കെ വളരെ ചീപ്പായിട്ടുള്ള ചൂണ്ട കിട്ടും. പക്ഷേ അത് ഒന്നും എത്ര നാൾ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ വളരെ സംശയമാണ്. ഈ ടെലിസ്കോപ്പിക് ചൂണ്ടകൾക്ക് വില കുറവാണെന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഓസ്ട്രേലിയയുടെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സർഫ് റോഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും. സർഫ് റോഡിൽ ഏറ്റവും കുറഞ്ഞ് ഒരു 15 അല്ലെങ്കിൽ ഒരു 10 പൗണ്ടിൻ്റെ നൂല് ഇട്ട് ഒറ്റ ചൂണ്ടയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞിട്ടാണ് വേറെ പല ടെക്നിക്കുകളുണ്ട്. ആദ്യം ബോട്ടം ഫിഷിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്കാണ് നിങ്ങൾ പഠിക്കാൻ എളുപ്പം. അതായത് ബോട്ടം ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, നമ്മൾ ചൂണ്ടയിൽ ഇരയും കോർത്ത് ഇടുന്നതിനാണ്. അതായത് പലതരം ഇരകളുണ്ട്, ഇരയും കോർത്ത് ഇടുന്നതിനാണ് ബോട്ടം ഫിഷിംഗ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ പഠിക്കുന്നതായിരിക്കും സിമ്പിൾ. ഇപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ഇവിടെ കിട്ടുന്ന സാധാരണ ചെറിയ മീനുകളെല്ലാം അതിലടിക്കുന്നതാണ്. അപ്പോൾ മീനിൻ്റെ വലിപ്പം അനുസരിച്ച് ഹുക്കിൻ്റെ സൈസ് കുറയുകയും കൂടുകയും ചെയ്യണം എന്നുള്ള ഒരു കാര്യം മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ. നമ്മൾ ഭാവിയിൽ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം കൂടുതലായിട്ട് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുകയാണ്. നാളെ ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ആ വീഡിയോ കാണുന്നവരെ സന്തോഷമായിരിക്കുക, ആരോഗ്യമായിരിക്കുക. See you on the next one.